ഭഗവാന്റെ വിരാട് സ്വരൂപൽപ്പത്തി വർണ്ണിക്കുന്നതായ ദശകമാണിത്. സൃഷ്ടി വികാസക്രമം ആണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് സൃഷ്ടി വികസിച്ചു വന്നത്, ഭഗവാന്റെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി അഥവാ മഹത്തത്വം അല്ലെങ്കിൽ മായ, ഇതിൻ്റെ സൂക്ഷ്മാംശത്തിൽ നിന്നാണ് സൃഷ്ടി വരുന്നത്. അതെങ്ങനെ? സ്വയം. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്നത് ആ മായാശക്തി ആണ്. ആ മായാശക്തി ത്രിഗുണാത്മകമാണ്. ആ ത്രിഗുണാത്മക മായാശക്തിയെ പ്രളയകാലത്തിൽ ഇതെല്ലാം കൂടി വിലയം പ്രാപിച്ച് ആ മൂലപ്രകൃതി ഏതുപോലെ വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുന്നത് പോലെ വിലയം പ്രാപിച്ച് ഇരിക്കുന്നു. അവസ്ഥയിൽ അത് വ്യക്തമല്ല. അവിടെ എന്താണ് അവശേഷിക്കുന്നത് എന്നാണ് നാരായണഭട്ടതിരി പറയുന്നത്. തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മന. തത്രൈകസ്ത്വമശിഷ്യഥാ. അവിടെ എന്തേ അവശേഷിച്ചുള്ളൂ പ്രളയത്തിൽ? ത്വമശിഷ്യഥ, അങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നതായിട്ടുള്ളത്. ബാക്കിയെല്ലാം വിലയം പ്രാപിച്ചിരിക്കുകയാണ് ഇവിടെ അങ്ങയിൽ തന്നെ. അങ്ങയുടെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതി മായ അതുകൂടി വിലയം പ്രാപിച്ചു. എന്നിട്ട് പ്രളയം കഴിഞ്ഞ് സൃഷ്ടി വരേണ്ട സമയമാകുമ്പോൾ അങ്ങയുടെ കടാക്ഷത്താൽ ഈക്ഷണത്താൽ നിർവ്യാപാരോപി നിഷ്കാരണമജപചതേജക്രിയാമീക്ഷണാഖ്യാം. അങ്ങ് നിർവ്യാപാരനാണ്, നിഷ്ക്രിയനാണ്. നിഷ്ക്രിയ ബ്രഹ്മം പരമാത്മാവ്. ആ പരമാത്മാവ് ക്രിയാരഹിതനാണ്. ആ ക്രിയാരഹിതനായ പരമാത്മാവിൻ്റെ ഈക്ഷണത്താൽ മായ സ്വയം അതിൽ നിന്നും വികസിച്ച് വരികയാണെന്ന്. ആ ഈക്ഷണമാണ് അവിടെ കാരണം. ആ ഈക്ഷണത്തിൽ നിന്ന് ലീനമായിരിക്കുന്ന മായ വീണ്ടും വികസിച്ചു വരുന്നു. ആ വികസിച്ച് വരുന്നതായ ക്രമം ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിനെയല്ല പറയുന്നത്, വിരാട് സ്വരൂപത്തിന്റെ ഉൽപ്പത്തിയാണ് പറയുന്നത്. വിരാട് സ്വരൂപ വർണ്ണനം വരുന്നത് അടുത്ത ദശകത്തിലാണ്. ഇവിടെ വിരാട് സ്വരൂപം എങ്ങനെ ഉൽപ്പത്തി, എങ്ങനെയാണ് അത് വികസിച്ച് വന്നത് എന്നുള്ള ക്രമത്തിനെയാണ് പറയുന്നത്. ആ വികാസക്രമത്തിൽ അവ്യക്തമായിരിക്കുന്ന മഹത്തത്വത്തിൽ നിന്ന്, മൂലപ്രകൃതിയിൽ നിന്ന് അഥവാ മായയിൽ നിന്ന് ആദ്യം എന്തുണ്ടായി? മഹത്വം ഉണ്ടായി. മഹത്തത്വം എന്ന് വെച്ചാൽ എന്താണ്? മഹത്തത്വം ബോധമാണ്, ബുദ്ധിയാണ്. ആദ്യം ഉണ്ടായത് എന്താണ്? കോൺഷ്യസ്നസ്. അത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ്. ആദ്യം ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. കോസ്മിക് ഇന്റലിജൻസ് എന്ന് പറയും. ആ മഹത്തത്വത്തിൽ നിന്ന് പിന്നുണ്ടായതാണ് അഹങ്കാരം. അഹങ്കാരം ഞാൻ എന്നുള്ളതായ ഭാവം. ആ ഭാവം, ആ അഹങ്കാരം 3 തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? സാത്യാഹങ്കാരം, രാജസാഹങ്കാരം, താമസികമായിരിക്കുന്ന അഹങ്കാരം. അതിൽ സാത്യാഹങ്കാരത്തിന് വൈകാരികമായിരിക്കുന്ന അഹങ്കാരം എന്ന് പറയും. രാജസത്തിന് തൈജസാഹങ്കാരം എന്ന് പറയും. താമസികത്തിന് താമസാഹങ്കാരം എന്ന് പറയും. ഈ അഹങ്കാരങ്ങളിൽ നിന്നാണ് പിന്നെ സൃഷ്ടി. ആ വൈകാരിക അഹങ്കാരം, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായി? എന്തൊക്കെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകൾ, ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 4 അന്ധക്കരണങ്ങൾ. എന്തൊക്കെയാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായത്? കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകൾ, കർമ്മേന്ദ്രിയങ്ങളല്ല, കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതകള്, ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകൾ. അപ്പൊ തന്നെ 10 ആയി. പിന്നെ അന്ധക്കരണം ഉണ്ടായി. എന്താണ് അന്ധക്കരണം? മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താക്കി വൃത്യാന്യുതം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 കൂടിച്ചേർന്നതായിരിക്കുന്ന അന്ധക്കരണം, അതും സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായി. പിന്നെ
തൈജസാഹങ്കാരം അല്ലെങ്കിൽ രാജസാഹങ്കാരം, അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായത്? ദശേന്ദ്രിയഗണ, 10 ഇന്ദ്രിയങ്ങളുണ്ടായി. അതിനുശേഷം താമസികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഈ പഞ്ചഭൂതങ്ങൾ. ആ വികാസക്രമമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ വികാസക്രമം എങ്ങനെയാണ്? താമസാംശാൽ പുനഃ തന്മാത്രം നഭസോ മരുൽപുരവതേ ശബ്ദോ ജനിത്വദ്ബലാൽ. താമസാഹങ്കാരത്തിൽ നിന്ന് പുനഃ തന്മാത്രം. ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ അവസ്ഥയുണ്ടായി. പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാവസ്ഥയ്ക്ക് എന്താ പറയുക? തന്മാത്രകൾ എന്ന് പറയും. തന്മാത്ര, പരമാണു, ഭൂതങ്ങൾ, ഇങ്ങനെ 3 അവസ്ഥയിലാണ് വരുന്നത്. തന്മാത്ര, അത് മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നത് തന്മാത്രം. പരമാണു നമ്മൾക്ക് വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം? ഇപ്പോ ആകാശത്തിന്റെ പരമാണു അല്ലെങ്കിൽ വായുവിന്റെ പരമാണു എന്ന് പറഞ്ഞാൽ വായു മാത്രമല്ല, എല്ലാം കൂടിയതാണ്. ഏത്? പൃഥ്വിയുണ്ട്, അപ്പുണ്ട്, തേജസ്സുണ്ട്, വായുവാണ് അധികം. അപ്പോൾ വായുവിന്റെ പരമാണു എന്ന് പറയുന്നത് തന്മാത്രയില്ല, അതില്ല, അത് മാത്രമാണ്. അപ്പൊ ആകാശത്തിന്റെ ശബ്ദമാത്രമായിട്ടിരിക്കുന്നതാണ് ശബ്ദപരമാണു. ആ ശബ്ദപരമാണു എന്നാണ് ആകാശം വികസിച്ചുണ്ടായത്. ആ ആകാശത്തിന് ഗുണം ഈ ശബ്ദം തന്നെയാണ്. ശബ്ദം എവിടെയാണ്? ശബ്ദഗുണകമാകാശം. ആകാശം ഇല്ലെങ്കിൽ ശബ്ദം ഇല്ല. അപ്പോൾ ഇവിടെ അല്ലേ ശബ്ദം ഉണ്ടല്ലോ, അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ശബ്ദം. ആകാശത്തിന് മാത്രമല്ലോ ശബ്ദമുള്ളൂ. അതെന്താ കാരണം? ആകാശത്തിന് വായു ഉണ്ടായി, വായുവിന് അഗ്നി ഉണ്ടായി, അഗ്നിന്ന് ജലം ഉണ്ടായി, ജലത്തുനിന്ന് ഭൂമി ഉണ്ടായി. ഒന്നുണ്ടാവുമ്പോൾ അതിന്റെ ഗുണങ്ങൾ മറ്റേക്ക് വരുന്ന പറയുന്നത്. അപ്പൊ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്ന് വെച്ചാലും ആകാശത്തുനിന്ന് ക്രമത്തിൽ എന്തുണ്ടായി? ഈ കാണുന്ന ഭൂമി, പൃഥിവി ഉണ്ടായി. ആ പൃഥിവിയിൽ ആകാശത്തിന്റെ ഗുണം ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് അവിടെ ശബ്ദം കേൾക്കുന്നത്. ഗന്ധം എവിടെയാണ്? അത് ആകാശത്തിന്റെ ഗുണമല്ല. ഗന്ധം എന്നുള്ള ഗുണം ആകാശത്തിന്റെ അല്ല. നല്ല സൗരഭ്യമുള്ള പുഷ്പം, ആ പുഷ്പത്തിൽ നിന്ന് നമുക്ക് ഗന്ധം അടിക്കുന്നുണ്ട്. ആ ഗന്ധം ആകാശത്തിന്റെ ഗന്ധയല്ല. ഗന്ധം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വായുവിലല്ല ഗന്ധം. വായു ഇതിനെ കൊണ്ടുവരിക. വായുവിന്റെ ഗുണമല്ലാതെ വായുവാണ് ആ ഗന്ധത്തിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഗന്ധവതി പൃഥിവി, ഭൂമിയാണ്. ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. സ്പർശം എന്നുള്ള ഗുണമുണ്ട്, തൊടാൻ കഴിയുക, സ്പർശ ഗുണം, തൊട്ടാൽ അറിയാം. ഇതെല്ലാം ഇതിൻ്റെയാണ്. ആകാശം തൊടും നമ്മളെ, അഗ്നി തൊടും അല്ലേ? അപ്പൊ നമ്മൾ തൊട്ടത് അറിയുന്നുണ്ട്, ചൂടറിയുന്നുണ്ട്. ജലം തൊടും അല്ലേ? അപ്പൊ തണുപ്പ് അറിയുന്നുണ്ട്. പൃഥ്വി തൊടും അല്ലേ? അതും അറിയുന്നുണ്ട്. അപ്പൊ ഏതിൻ്റെയാണ് ഗുണം? ഇതിന്റെ മൂന്നിൻ്റെ ഇല്ല, വായുവിന്റെ ഗുണമാണ് സ്പർശം. ആ വായുവിൽ നിന്നുണ്ടായതാണ് അഗ്നി, ജലവും പൃഥ്വിയും. അതുകൊണ്ടാണ് അതിലാ ഗുണിരിക്കുന്നത്. വായുവിന്റെ ഗുണം സ്പർശം. കാണുന്നു, കാഴ്ച, രൂപങ്ങള്, വർണ്ണങ്ങള്, ഇതെല്ലാം ഏതിന്റെ ഗുണമാണ്? അഗ്നിയുടെ ഗുണമാണ്. രസം അനുഭവിക്കുന്നില്ലേ? ത്വക്ക് രസം അനുഭവിക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് രസം അനുഭവിക്കാൻ പറ്റുമോ? മൂക്കുകൊണ്ട് രസം അനുഭവിക്കാൻ പറ്റുമോ? ചെവി കൊണ്ട് രസം അനുഭവിക്കാൻ പറ്റുമോ? രസാസ്വാദനം എവിടെയുള്ളൂ? രസനേന്ദ്രിയത്തിനേ ഉള്ളൂ. ആ രസനേന്ദ്രിയത്തിലുള്ള ഭൂതം ഏതാണ്? ജലമാണ്. അപ്പൊ ഈ ഓരോരോ ഭൂതങ്ങൾക്കും ഓരോരോ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ കൊണ്ടാണ് ആ ഭൂതം വിശേഷിപ്പിക്കപ്പെടുന്നത്. പൃഥ്വിയിൽ ഗന്ധമില്ലെങ്കിൽ പൃഥ്വിയും അപ്പും കൂടി ഒരു വ്യത്യാസമില്ല, രണ്ടും ഒന്നായി തീരും. ഗന്ധവതി പൃഥ്വി, പൃഥ്വി ഗന്ധമുള്ളതാണ്, അതിൻ്റെ ഗുണമാണ് ഏത്? ഗന്ധം. അപ്പൊ ഏതിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ ഗുണം അതിൽ തന്നെ ഇരിക്കുന്നു. ഇത് വലിയ ശാസ്ത്ര വിഷയമാണ് കേട്ടോ. ചുരുക്കി ശ്ലോകങ്ങൾ പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്ന നാരായണീയം മേപ്പത്തൂർ നാരായണ ഭട്ടന്റെ കവിത വിഭക്തി ഒക്കെയാണല്ലോ നമ്മൾ പറയാ. ഭക്തിയേക്കാൾ വിഭക്തിയാണ് ഇഷ്ടം. ഇതൊക്കെ ആൾക്കാർ വെറുതെ പറയും. ഇത് ഭക്തിയും വിഭക്തിയും അതിൻ്റെ അപ്പുറത്തുള്ള വിഭക്തി എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണത് മഹാഭാഗവതം. അതാണ് ഇരിക്കുന്നത്. അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ 5 ഭൂതങ്ങൾക്ക് 5 ഗുണങ്ങളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ആകാശത്തിന്റെ ഗുണം ശബ്ദം. ആകാശത്തിനെ സ്പർശിക്കാൻ പറ്റുമോ? ആകാശത്തിന്റെ ഗുണം ശബ്ദം. വായുവിന്റെ ഗുണം സ്പർശം. തേജസ് അല്ലെങ്കിൽ അഗ്നിയുടെ ഗുണം രൂപം. ജലത്തിന്റെ ഗുണം രസം. പൃഥ്വി ഭൂമിയുടെ ഗുണം ഗന്ധം. ഇത് ഓരോന്നും ഉണ്ടായതും ഇതേ തന്മാത്രകളിൽ നിന്നാണ്. ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. ഇപ്പൊ ശ്രോത്രേന്ദ്രിയുണ്ട്, ചെവി. ആ ഇന്ദ്രിയ എന്തിനുള്ളതാണ്? കേൾക്കാനുള്ളതാണ്. അവിടുത്തെ ഭൂതം എന്താണ്? ആകാശമാണ്. കണ്ടോ? ആകാശം ശബ്ദഗുണം. ഈ ത്വക്ക് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് എന്തിനുള്ളതാണ്? ഇതിലുള്ള ഭൂതം ഏതാണ്? വായുവാണ്. വായുവിന്റെ ഗുണം എന്താണ്? സ്പർശമാണ്. തൊട്ടാൽ അറിയുന്നു. കണ്ണിന്റെ ഉള്ളിലുള്ള ഭൂതം ഏതാണെന്നറിയോ? അഗ്നി, തേജസ്സാണ്. ആ തേജസ് കൊണ്ട് എന്തിനെ നമ്മൾ ഗ്രഹിക്കുന്നു? രൂപം. രസനേന്ദ്രിയുണ്ട്, നാക്ക്. അതെന്താണ്? ജലമാണ്. അതിൻ്റെ ഗുണം എന്താണ്? രസമാണ്. രസം ആസ്വദിക്കാൻ നാവിൻ്റെ അറ്റത്ത് തൊട്ട് മാത്രമേ അറിയുള്ളൂ. രസനേന്ദ്രിയ ഗ്രാഹ്യോ ഗുണോ രസ. രസനേന്ദ്രിയത്തെ കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതായ ഗുണമാണ് രസം. പാൽപ്പായസത്തിന്റെ മധുരം കണ്ണിലൊഴിച്ചറിയോ, ചെവി കൂടെ ഒഴിച്ചറിയോ, മൂക്ക് കൂടെ ഒഴിച്ചറിയോ? അറിയില്ല. നാവിൻ്റെ അറ്റത്ത് ചുണ്ടിൽ തൊട്ടാലും അറിയില്ല. പിന്നെ എവിടെ വേണം? നാവിൻ്റെ അറ്റത്ത് തന്നെ തൊടണം. അതല്ലേ നമുക്ക് കൺട്രോൾ ഇല്ലാത്തത്. കുറച്ച് സ്വാദ് അധികം ഉണ്ടാച്ചാൽ അധികം കഴിക്കുകയല്ലേ. അത് നമ്മൾ അറിയാതെ തന്നെ വേണ്ടാന്ന് വെച്ചാലും നല്ല സ്വാദുണ്ടോ, കുറച്ചുകൂടി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അതെവിടെയാണ് നമ്മൾ ആ ഗ്രാറ്റിഫൈ ചെയ്യുന്നത്? ഇന്ദ്രിയത്തിനെ മാത്രമാണ്. ആ നാവിൻ്റെ അറ്റത്ത് അനുഭവിക്കുന്നതിലെ രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം മുഴുവൻ ഉള്ളിലേക്ക് ഇറക്കുന്നു അല്ലേ? ഇവിടെ മാത്രമല്ലേ അതിൻ്റെ രസമുള്ളൂ. അതിന് ഇറങ്ങിയ രസമുണ്ടോ? അതില്ലേ. പക്ഷെ ഈ പോകുന്നത് നമ്മുടെ വയറിനുള്ള. വയറ് കുറേ കഴിഞ്ഞാൽ തട്ടി വീർത്ത് ആകെ ബലൂൺ പോലെയാവും. എന്നാലും കുറച്ചുകൂടി കഴിക്കണം എന്ന് തോന്നും ചെയ്യും. അപ്പൊ എവിടെയാണ് നമ്മുടെ ആസ്വാദനിക്കുന്നത്? നാവിൻ്റെ അറ്റത്ത് മാത്രമാണ്. ആ നാവിൻ്റെ അറ്റം എന്ന് പറഞ്ഞാലും ഉണ്ട്, ചെറിയൊരു ഭാഗം. മുഴുവൻ നാവ് കൊണ്ടൊന്നും അറിയുന്നില്ല. നാവിൻ്റെ ഒരു ഭാഗം കൊണ്ട് മാത്രമാണ് അറിയുന്നത്. അപ്പൊ അതാത് ഇന്ദ്രിയങ്ങളുടെ ശക്തി നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ അതാത് ഇന്ദ്രിയങ്ങളെ നമ്മൾ ശുദ്ധി ചെയ്തു വെക്കണം എന്നാണ് പറയുന്നത്. ആ ശുദ്ധി ചെയ്തു വെക്കാനുള്ള പ്രക്രിയ തന്നെ നമ്മുടെ ദിനചര്യയിലുണ്ട്. നാവിനെ ശുദ്ധി ചെയ്യാൻ രാവിലെ നമ്മൾ എണീറ്റിട്ട് നാക്ക് വലിക്കുന്നു. നാക്ക് വലിക്കരുത് എന്നാണ്. നാക്ക് വലിച്ച നാവിൻ്റെ ഉള്ളിൽ എന്താ ടേസ്റ്റ് ബഡ്സ് ഒക്കെ പൊട്ടിപ്പോകത്രേ. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഒരു സ്വാദും അറിയില്ല തന്നെ. അത് ശുദ്ധമാക്കി വെക്കണം. നമുക്ക് ശുദ്ധി എന്ന് പറഞ്ഞാൽ വെറും കുളിക്കലല്ല, കയ്യും കാലും കഴുകലല്ല. ഓരോരോ ഇന്ദ്രിയങ്ങളെ ശുദ്ധി ചെയ്യുക, മനസ്സിനെ ശുദ്ധി ചെയ്യുക, ശരീരത്തിനെ ബാഹ്യമായിട്ട് ശുദ്ധി ചെയ്യുക, ശൗചാദി ക്രിയകളെ ചെയ്ത് മലായനങ്ങളെ ശുദ്ധി ചെയ്യുക, ആന്തരികമായിട്ടുള്ള അവയവങ്ങളെയും ശുദ്ധി ചെയ്യണം. വയറിളക്കിയിട്ടും ഛർദിപ്പിച്ചിട്ടും. അപ്പൊ ആകെ ശുദ്ധിയാണ്. ശരീരത്തിന് ശുദ്ധി കലശം തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ നിത്യകർമ്മത്തിൽപ്പെട്ടതാണ് ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി. പല്ല് തേക്കുന്നു, നാക്ക് പിടിക്കുന്നു, മൂക്ക് കൂടെ നസ്യം ദിവസം ചെയ്യണം എന്നാണ് പറയുന്നത്. മൂക്കിൽ മരുന്ന് ഒറ്റിക്കലില്ലേ? ആ ഇന്ദ്രിയത്തിനെ ശക്തിപ്പെടുത്താൻ. കണ്ണിലെ അഞ്ജനം എന്നും എഴുതണം എന്നാണ് പറയുന്നത്. കണ്ണില് അഞ്ജനം എഴുതണം. അഞ്ജനം മരുന്നായിട്ടുണ്ട്. നമ്മൾ ഭംഗിക്ക് എഴുതണ അഞ്ജനമുണ്ട്. ആ ഭംഗിക്ക് എഴുതണ അഞ്ജനത്തിനും ഫലം ഏതിൻ്റെയാണ്? മരുന്നിൻ്റെ ഫലമാണ്. ഇപ്പം അല്ല കേട്ടോ. പണ്ട് ഉണ്ടാക്കുക നീ നമ്മൾ ചെയ്യുക. കണ്ണെഴുതാനുള്ള സാധനം ഉണ്ടാക്കുകയാണ് വീട്ടിൽ. കൺമഷി ഉണ്ടാക്കുക. ഇപ്പം ഉള്ളതിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ?
ചെവി ദിവസം ബഡ്സിട്ട് കുത്താനല്ല പറയുന്നത്, അതിനെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു വിധിയുണ്ട്. അതിന് പറ്റിയതായിട്ടുള്ള സാധനങ്ങൾ ചെവിയിൽ ഒഴിച്ച് ചെവിയിൽ ദിവസം ശുദ്ധി ചെയ്യണം. ശിരസിൽ നിന്ന് ഉള്ള കഫത്തിനൊക്കെ മാറ്റാൻ വേണ്ടി തലയിലെ എണ്ണ തേച്ച എണ്ണ തലയിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ശുദ്ധിയാവും. ശിരസിന്റെ ശുദ്ധി. ഇപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശുദ്ധിയായില്ലേ? അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെയും ശുദ്ധി ചെയ്യണം എന്നാ പറഞ്ഞത്. മലായനങ്ങളെ ശുദ്ധി ചെയ്യണം എന്നാ പറഞ്ഞത്. മലവിസർജനം കഴിഞ്ഞാൽ ശുദ്ധി ചെയ്യണം. ഇതൊന്നും ഇല്ലപ്പോ. ഈ വക ശുദ്ധികർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുളി എന്ന് പറയുന്ന ശുദ്ധി വേറെ. വ്യായാമം അത് വേറൊരു തരത്തിലുള്ള ശുദ്ധിയാണ്. വ്യായാമം ചെയ്യുമ്പോൾ ദേഹത്തിൽ നിന്ന് എന്താണ് വിയർപ്പായിട്ട് ദേഹത്തിലുള്ള ജലീയാംശം, മേധസ്സിന്റെ അംശം, കഫത്തിന്റെ അംശങ്ങളെല്ലാം ഉരുകി വെള്ളമായി പുറത്തു പോകുന്നു. ആ വെള്ളമായി പുറത്തു പോകുമ്പോൾ അതിൻ്റെ സുഷിരങ്ങളുണ്ടല്ലോ, ആ സുഷിരങ്ങളെല്ലാം ശുദ്ധാവുന്നു. ഇങ്ങനെ ദിവസം അനുദിനം ശുദ്ധി ചെയ്യുമ്പോഴാണ് ഒരാള് ശുദ്ധനായിട്ട് ഭവിക്കുന്നത്. എന്ന് വെച്ചാലോ സാത്വിക സ്വഭാവമുള്ളവനായിത്തീരുന്നത്. ഇതെല്ലാം നന്നാവുമ്പോഴാണ് ചിന്തയും നന്നാവുക. ആ ചിന്തയിലാണ് നമ്മൾ സത്വഗുണം വളർത്തുന്നത്. സത്വഗുണത്തിൽ കൂടെയാണ് എന്തുണ്ടാവുള്ളൂ? സാക്ഷാത്കാരം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും നമ്മൾ ചെയ്യുന്ന ശുദ്ധികളും നമ്മുടെ ആചാരങ്ങളും കേവലം ഭൗതികം അല്ല. ഭൗതികം ആധ്യാത്മികവും കൂടിക്കലർന്നതാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകള്, നമ്മളുടെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ആഹാരം മുതൽ എല്ലാം. എന്തിനാ പ്രസാദം കഴിക്കുന്നത്? മാംസം കഴിച്ചാൽ പോരെ? മാംസം കഴിച്ചാൽ പോരെ ദേഹം നന്നാവാൻ? പ്രസാദം എന്തിനാ കഴിക്കണത്? എന്തിനാ പഞ്ചഗവ്യം സേവിക്കുന്നത്? ബുദ്ധിക്ക് ഉണർവ് വരാൻ വേണ്ടിയിട്ട്, മനസ്സിൽ നല്ല ചിന്തകൾ വരാൻ വേണ്ടിയിട്ട്. നന്മ നന്മ നന്മ, ഇതാണ് നമ്മളുടെ ഓരോരോ ആചാരത്തിലും ഓരോരോ പ്രവൃത്തിയിലും ഉള്ളത്. അതൊന്നും ഉപേക്ഷിക്കരുത്, വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ശൗചം. അപ്പൊ ശൗചം എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. വെറുതെ കുളിക്കൽ മാത്രമല്ല ശൗചം എന്ന് വെച്ചാൽ, വെള്ളമൊഴിക്കലല്ല ശൗചം എന്ന് വെച്ചാൽ. അത് എന്താ പറയണ്ടത്? ശുദ്ധം വൃത്തിയും. നോക്കിണ്ട, ശുദ്ധം വൃത്തി, ഇത് രണ്ടും വേണം. ചില ആൾക്കാർക്ക് ഭയങ്കര ശുദ്ധം ഉണ്ടാവും, ഒക്കെ വെള്ളം കളിച്ചെടുക്കുള്ളൂ. ഞങ്ങളുടെ അവിടെ നാട്ടിലൊരാളുണ്ട്, അയാള് വൃത്തി എന്ന് പറഞ്ഞ സംഭവമല്ലേ, ശുദ്ധം ഭയങ്കരമാണ്. ചെമിരിന്റെ മുകളിലൊക്കെ ചാണകവെള്ളം തെളിക്കുക. ശുദ്ധവനാണത്തെ. ചെമിരിന്റെ മുകളിലൊക്കെ ചാണകവെള്ളം തെളിക്കുക വെച്ച്. വൃത്തി എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ശുദ്ധി എല്ലാം ഉണ്ട്. ഈ വൃത്തിയും വേണം ശുദ്ധിയും വേണം എന്നാ പറയുന്നത്. നമ്മൾ ശുദ്ധാവച്ച പുണ്യാഹം തളിച്ചാൽ ശുദ്ധിയായി. അടിച്ചോലും തുളക്കിലില്ല വല്ല കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അടിച്ചോലില്ല, തുളക്കിലില്ല, എവിടെയും തുപ്പുകയും ചെയ്യും, വൃത്തികേടാക്കുകയും ചെയ്യും, മൂത്രമൊഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കുകയും ചാണം തളിക്കലും കേമായിട്ട് കാര്യമില്ല എന്നാ പറയുന്നത്. രണ്ടും വേണം. ഈ ശുദ്ധിയുടെ ഈ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പിന്നാക്കാണ്. അത് വളരെ വളരെ ഈ വ്യക്തിപരമായാലും സമൂഹത്തിലായാലും. സമൂഹത്തിൽ നമ്മൾ തീരെ ഗവനിക്കുന്നില്ല. റോട്ടിൽ തുപ്പുക, സാധനങ്ങൾ റോട്ടിലേക്ക് വലിച്ചെറിയുക, ഗംഗയുടെ തീരത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് കടലാസും മറ്റേ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ കൂടി ഗംഗയിലേക്ക് വലിച്ചെറിയുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഗംഗ ആരതി. അപ്പോൾ ഗംഭീരമായിട്ട് മന്ത്രം പറഞ്ഞിട്ട് ഗംഗ ആരതി. അപ്പൊ എന്തിനാ ഈ ആരതി ചെയ്യണമെന്ന് ചോദിക്കുന്നത്? ഈ ആരതി ചെയ്യണതിന്റെ ഉദ്ദേശം അറിയില്ല വെച്ചാൽ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലേ അത്. അപ്പൊ അതിലേക്ക് വലിച്ചെറിയാൻ തോന്നരുതേ, അതല്ലേ ഇതിന്റെ കാര്യം. അതിൻ്റെ ഉള്ളിൽ അത് കുപ്പയിടാനുള്ളത്, നമ്മൾ കുപ്പയിടാനുള്ളതല്ലല്ലോ ഈ ഗംഗ എന്ന് പറഞ്ഞാൽ. പവിത്രമായിരിക്കുന്നതല്ലേ ഗംഗ. അതല്ലെങ്കിൽ പവിത്രം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായി ഗംഗാരതി ചെയ്യുന്നത്? ഗംഗയിൽ എന്തിനാ ദീപം വെക്കുന്നത്? അപ്പൊ ഗംഗയെ പൂജിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുമാതിരി നമ്മുടെ ജലാശയങ്ങൾ നമ്മൾ കുളിക്കുന്നുണ്ട്, മലിനമാക്കുക എന്നുള്ളതല്ലാണ്ട് വൃത്തിയാക്കുന്ന പരിപാടിയില്ലല്ലോ. കുറെ താളിപ്പിണ്ടി എവിടെ കിട്ടും, കുറെ ചകിരി എവിടെ ഇടും, അങ്ങനെ തലമുടിക്കെട്ട് അവിടെ ഇടും.
അവിടെ ഇരുന്ന് കൽപ്പളയിൽ ഇരുന്നിട്ട് മൂത്രം ഇങ്ങനെ വൃത്തികേടാക്കുക എന്നല്ലാതെ ശുദ്ധി ചെയ്യുന്ന പരിപാടിയില്ല. ശുദ്ധിയും വേണം, വൃത്തിയും വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സാത്വികമായിട്ടുള്ള വിചാരങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി, അതാണ് താമസികമായിട്ടുള്ള സൃഷ്ടി. ആ സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് എന്താണ്? അതിൻ്റെ തന്മാത്ര, ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിന്റെ ഗുണമായിട്ട് ശബ്ദമിരിക്കുന്നു. ശബ്ദഗുണകം ആകാശം. ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? വായുവിൻ്റെതായിരിക്കുന്ന സ്പർശ തന്മാത്രയുണ്ടായി. ആകാശത്ത് നിന്ന് സ്പർശ തന്മാത്രയുണ്ടായി. സ്പർശം വെച്ചാൽ തൊട്ടാറിയൽ അല്ലേ? ആ സ്പർശ തന്മാത്രയിൽ നിന്ന് എന്തുണ്ടായി? വായു ഉണ്ടായി. ആ വായുവിൻ്റെ ഗുണമായിട്ട് സ്പർശം അവിടെ സ്ഥിതി ചെയ്യുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? വായുവിൽ നിന്ന് രൂപതന്മാത്ര ഉണ്ടായി. വായുവിൽ നിന്ന് രൂപതന്മാത്ര. ആ രൂപതന്മാത്രയിൽ നിന്ന് എന്തുണ്ടായി? തേജസ് അഥവാ അഗ്നി. ആ അഗ്നി ഗുണമായിട്ട് രൂപം അതിൽ തന്നെ ഇരിക്കുന്നു. ആ തേജസ് നിന്ന് എന്തുണ്ടായി? രസ തന്മാത്ര. രസം ഉണ്ടായിരുന്നില്ല, രസ തന്മാത്ര. ആ രസതന്മാത്രയിൽ നിന്ന് എന്തുണ്ടായി? ജലമുണ്ടായി. ആ ജലത്തിൽ രസതന്മാത്ര ഇരിക്കുന്നു. ജലത്തിൽ നിന്ന് ഗന്ധതന്മാത്ര ഉണ്ടായി. ആ ഗന്ധതന്മാത്രയിൽ നിന്ന് ഭൂമി, പൃഥ്വി. ആ പൃഥ്വിയിൽ തന്നെ ഗന്ധം സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയാണ് സൃഷ്ടി വികസിച്ചു വന്നതെന്നാണ് ഇനി പറയുന്നത്. ഇപ്പൊ സാത്വികമായിട്ടുള്ള ഭാവങ്ങൾ, രാജസമായിരിക്കുന്ന ഭാവങ്ങൾ, താമസികമായിരിക്കുന്ന ഭാവങ്ങൾ എല്ലാം അഹം എന്ന് വന്നപ്പോഴേ ഉണ്ടായത്. ഞാൻ എന്ന് വന്നപ്പോഴാണ് സാത്വികം, രാജസം, താമസമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി വികസിച്ചു വന്നിരിക്കുന്നത്. ഇപ്പൊ വ്യക്തമായോ? ഇല്ലെങ്കിൽ ഇനി ആദ്യം വായിച്ച് വ്യക്താക്കുക. തന്മാത്രം നഭസോ മരുൽപുരപദേ ശബ്ദോ ജനിത്വദ്ബലാൽ. ശബ്ദോ ജനി, നഭസ്സിന്റെ തന്മയാത്രയായിരിക്കുന്ന ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ഏതിൽ നിന്ന്? താമസമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് ആദ്യമുണ്ടായത് ശബ്ദ തന്മാത്രയാണെന്ന് പറഞ്ഞു. തന്മാത്രം നഭസോ, നഭസ്സിന്റെ തന്മാത്രയായിരിക്കുന്ന ശബ്ദോജനി, ശബ്ദം ജനിച്ചു. ത്വൽബലാൽ, അത് വിടുന്നില്ല മഹേബോധൂരെപ്പോഴും. എന്താണ്? അങ്ങയുടെ ബലം കൊണ്ട് തന്നെയാ പറയുന്നത്. അങ്ങയുടെ ബലം കൊണ്ട് അത് തന്നെ ഉണ്ടായി. അല്ലയോ മരുൾപുരപതി ഗുരുവായൂരപ്പ.